ഹായ് ഫ്രണ്ട്സ്, ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 20-ാം അധ്യായം നോക്കാം. അവസരോചിതമായി സംസാരിക്കുക. സമയോചിതമല്ലാത്ത ശാസനയുണ്ട്, മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. കുറ്റമേറ്റു പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞുകിട്ടും. അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഷണ്ഡനെ പോലെയാണ്. മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവനുണ്ട്, അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട്. മറുപടി പറയാൻ കഴിവില്ലാത്തതുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട്. സംസാരിക്കേണ്ടത് എപ്പോഴെന്നറിയാവുന്നതുകൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരനും ഭോഷനും സമയനോട്ടമില്ല. അമിതഭാഷി നിന്ദ്യനാണ്. തള്ളിക്കേറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും. ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം, ഭാഗ്യം ദൗർഭാഗ്യമായും. നിഷ്പ്രയോജനമായ ദാനമുണ്ട്, ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട്. അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട്, താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുന്നവരുമുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഏറെ വാങ്ങുന്നവരുമുണ്ട്, 7 ഇരട്ടി കൊടുക്കുന്നവരുമുണ്ട്. ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു, ഭോഷൻ്റെ ഉപചാരം വ്യർത്ഥമാണ്. ഭോഷൻ്റെ ദാനം നിനക്ക് ഉതകുകയില്ല, അവൻ്റെ പ്രതീക്ഷ 7 ഇരട്ടിയാണ്. അവൻ അല്പം നൽകുകയും അധികം വീമ്പടിക്കുകയും ചെയ്യുന്നു. അവർ തന്നെ കൊട്ടിഘോഷിക്കുന്നു. ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ നിന്ദ്യനാണ്.